നമസ്കാരം. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായി രണ്ടാം വട്ടം വന്നതിന് ശേഷം അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ സ്വീകരിക്കുന്ന നിലപാടുകൾ നമ്മൾ കാണുന്നതാണ്. ഒരു മയവുമില്ലാത്ത രീതിയിൽ വളരെ ക്രൂരമായിട്ടാണ് ആളുകളോട് പെരുമാറുന്നത്. അവരെ കയ്യിലും കാലിലും ചങ്ങലക്കിട്ട് എയർഫോഴ്സിൻ്റെ വിമാനത്തിൽ കയറ്റി നാട്ടിലേക്ക് നാട് കടത്തുന്നതും ജയിലിൽ കൊണ്ട് വളരെ പരിമിതമായ സംവിധാനങ്ങളിൽ പാർപ്പിച്ചിരിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അതുപോലെ ബ്രിട്ടൻ ഇത്രയും കടുപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ അവരും അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ നിലപാട് കൂടുതൽ കർശനമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ലോകത്തെ വിവിധ ദരിദ്ര രാജ്യങ്ങളിൽ, ഇത് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ അതുപോലെയൊക്കെയുള്ള പല രാജ്യങ്ങളിൽ നിന്നും എത്രയോ പേരാണ് ഇപ്പോഴും അനധികൃത ബോട്ടുകളിൽ കയറി മറ്റു രാജ്യങ്ങളിലേക്ക് എങ്ങനെയെങ്കിലും പോയി രക്ഷപ്പെടാനായി എത്തുന്നത്. ഇവരുടെ പലരുടെയും ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നാണ് സ്പെയിൻ എന്ന രാജ്യം. സ്പെയിൻ നമുക്കറിയാം, ലോകത്തെ വളരെ സമ്പന്നമായ രാജ്യങ്ങളിലൊന്നാണ് അവിടം. അതുകൊണ്ട് തന്നെ അവിടെ എത്തി ജീവിതം കരിപ്പിടിപ്പിക്കാനായി ഈ യാതൊരു സംവിധാനങ്ങളുമില്ലാത്ത ബോട്ടുകൾ കയറിയാണ് ഇവർ സഞ്ചരിക്കുന്നത്. 30 പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ബോട്ടുകളിൽ, ചെറു ബോട്ടുകളിൽ 300ഓളം പേരാണ് ഇതിൽ യാത്ര ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ ബോട്ടുകൾ നിരന്തരമായി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ അപകടത്തിൽപ്പെടുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈയിടെ പുറത്തു വന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന കണക്ക് കാണിക്കുന്നത്, കഴിഞ്ഞ ഒരൊറ്റ വർഷം, അതായത് 2025 ജനുവരി മുതൽ ഈ ഡിസംബർ വരെ 3000-ലധികം പേർ ഇത്തരത്തിൽ ഈ ബോട്ട് അപകടങ്ങളിൽ മരിച്ചിട്ടുണ്ട് എന്നാണ്. ഇവരെല്ലാം സ്പെയിനിലേക്ക് പുറപ്പെട്ടവരാണ്. 3900-ലധികം പേർ മരിച്ചു എന്നാണ് കൃത്യമായ കണക്ക്. ഇത് നമ്മെ അമ്പരപ്പിക്കുന്ന ഒന്നാണ്. പക്ഷേ അതിലും ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കണക്ക്, കഴിഞ്ഞ വർഷം, അതായത് 2024 സ്പെയിനിലേക്ക് പുറപ്പെട്ട ഇത്തരത്തിലുള്ള ഈ ദരിദ്ര രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ മരിച്ചവർ, അവരുടെ എണ്ണം 10,000-ലധികമാണ്. ഇത്തവണ ഈ മരിച്ചവരുടെ എണ്ണം കുറയാനുണ്ടായ പ്രധാന കാരണങ്ങളിലൊന്ന് സ്പെയിനിലെ സർക്കാർ നിലപാടുകൾ കർശനമാക്കിയതാണ്. ഇപ്പോൾ അവിടെ സുരക്ഷാ സൈന്യത്തിൻ്റെ റോന്ത് ചുറ്റൽ വളരെ കർശനമാക്കിയിരിക്കുകയാണ്. കടലിലൂടെ ഇവർ കടന്നു വരുമ്പോഴൊക്കെ തന്നെ ഇവരെ പിടികൂടാനും തിരികെ വിടാനും ഒക്കെ തന്നെ ഉള്ള സംവിധാനങ്ങൾ അവരവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ആകാശവീക്ഷണവും എല്ലാം തന്നെ കൃത്യമായി അവർ നോക്കുന്നു. കാരണം ഇവരെല്ലാവരും കൂടി, ഈ അനധികൃത കുടിയേറ്റക്കാരെല്ലാവരും കൂടി സ്പെയിനിലേക്ക് കടന്നു വന്നാൽ അവരുടെ അവസ്ഥ മോശമാകും എന്ന് നന്നായിട്ട് അറിയാവുന്നുള്ളത് കൊണ്ട് തന്നെയാണ് സ്പെയിനിലെ ഭരണാധികാരികൾ ഇപ്പോൾ ഇക്കാര്യത്തിൽ തന്നെ കർശന നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ദരിദ്ര രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ പുറപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ല. അവിടെ ഇപ്പോഴും തങ്ങൾക്ക് ചെല്ലാമെന്നും അവിടെ സുഖമായി ജീവിക്കാമെന്നൊക്കെ പറഞ്ഞ് വ്യാമോഹിപ്പിച്ചാണ് ചില ഈ അനധികൃത ഏജൻസികൾ, അതായത് ഈ തട്ടിപ്പ് സംഘങ്ങളെന്ന് തന്നെ പറയാവുന്ന ആളുകൾ ഇവരിൽ നിന്ന് വലിയ തോതിൽ കാശ് വാങ്ങിക്കൊണ്ട് ഈ ബോട്ടുകളിൽ ഇവരെ കടത്തിവിടുന്നത്. ഇവർ അങ്ങ് എത്തുകയില്ല പലരും എന്നുള്ള കാര്യം അവർക്കും വ്യക്തമായിട്ട് അറിയാം. പക്ഷേ എങ്ങനെയും കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതയിലാണ് ഈ മനുഷ്യരെ കുരുതി കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള മാഫിയ സംഘങ്ങൾ ലോകവ്യാപകമായി തന്നെ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല, ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സ്പെയിനിലെത്തുന്ന പലരും ആദ്യം മൗറിറ്റാനോ എന്നൊരു ചെറിയ രാജ്യത്തേക്കാണ് ആദ്യം എത്തുന്നത്. പിന്നെ അവിടെ നിന്നാണ് അവർ സ്പെയിനിലേക്ക് കടക്കുന്നത്. ഇക്കാര്യം മനസ്സിലാക്കിയ സ്പെയിനാകട്ടെ മൗറിറ്റാനോയുമായി ഒരു ധാരണയിലെത്തുകയും ഇവരെ തടയുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ഇതിനായി വലിയ തുകയാണ്, കോടിക്കണക്കിന് ഡോളറാണ് ഈ മൗറിറ്റാനയ്ക്ക് സ്പെയിൻ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മൗറിറ്റാനയിലെ അധികൃതർ വളരെ ഉത്സാഹത്തോടു കൂടി തന്നെ ഈ കടന്നു വരുന്ന ഈ അനധികൃത ബോട്ടുകളെ ഇപ്പോൾ തടയുന്നുണ്ട്. പക്ഷേ ഈ മൗറിറ്റാനയിലെ സംഭവങ്ങളെ ബന്ധപ്പെട്ട് ഒരു മനുഷ്യാവകാശ സംഘടന പുറത്തുവിട്ട വിവരങ്ങൾ നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം ഈ റിപ്പോർട്ട് പറയുന്നത്, ഇത്തരത്തിൽ അനധികൃത ബോട്ടുകളിലും മറ്റും എത്തുന്ന ആളുകളിൽ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ തന്നെ ഈ മൗറിറ്റാനയിലെ അധികൃതർ ലൈംഗികമായി പീഡിപ്പിക്കുന്നുണ്ട് എന്നാണ്. അവരെ വല്ലാത്ത രീതിയിൽ ചൂഷണം ചെയ്യുന്നു എന്നും അവർക്ക് വഴങ്ങി കൊടുക്കുന്നവരെ മാത്രം കടത്തിവിടുക, അല്ലാത്തവരെയൊക്കെ തന്നെ തിരികെ അയക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് അവിടെ ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ മൗറിറ്റാനയിലെ സർക്കാരാകട്ടെ ഇക്കാര്യമെല്ലാം തന്നെ ശക്തമായി നിഷേധിക്കുകയാണ്. തങ്ങൾക്ക് സ്പെയിനുമായി ഒരു ധാരണ ഇക്കാര്യത്തിൽ ഉണ്ട് എന്നും അനധികൃതമായി സ്പെയിനിലേക്ക് കടക്കാനെത്തുന്നവരെയാണ് തങ്ങൾ തടയുന്നത് എന്നുമാണ് മൗറിറ്റാനോയിലെ സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ഈ സ്പെയിനിലേക്ക് എത്താൻ ഏതാണ്ട് 12ഓളം ദിവസം ഈ ബോട്ടുകൾക്ക് സമയം വേണ്ടി വരും. അത്രയും ദിവസം, അത്രയും ദുരിതം അനുഭവിച്ചാണ് ഈ മനുഷ്യർ അങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ ആ കൂട്ടത്തിൽ ആർക്കെങ്കിലും അസുഖം വന്നാലോ അതല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും അവർക്ക് അപകടം സംഭവിച്ചാലോ ഒക്കെ തന്നെ അവരെ തിരിഞ്ഞു വെക്കാൻ ആരും ഇല്ലാത്ത ഒരവസ്ഥയാണ് ഉള്ളത്. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടായാൽ അവരെ കടലിൽ ഉപേക്ഷിക്കുക മാത്രമേ അവർക്ക് മുന്നിൽ വഴിയുമുള്ളൂ. ഈ കഴിഞ്ഞ വർഷം മരിച്ച 3090 വ്യക്തികളിൽ ഇവർ 30 രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് എന്നാണ് പറയപ്പെടുന്നത്. പാകിസ്ഥാൻ, സിറിയ, യമൻ, സുഡാൻ, ഇറാഖ്, ഈജിപ്റ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഇവരിൽ ഭൂരിപക്ഷവും. അതിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഈ അനധികൃത കുടിയേറ്റത്തിന് പോകുന്ന ആളുകളുടെ എണ്ണം താരതമ്യേന കുറവാണ്. എന്നാൽ നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്കയിൽ നിന്ന് ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പലരും അനധികൃത ബോട്ടുകൾ കടക്കാറുണ്ടെന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിലും അതിൽ സ്പെയിനിലേക്ക് പുറപ്പെട്ട ഈ മനുഷ്യരുടെ ദുർവിധിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് നമ്മെ ശരിക്കും കണ്ണ് തുറപ്പിക്കുന്നത് തന്നെയാണ്. ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ അവിടെ ഭരണമുള്ളതാണ്, പക്ഷേ അവിടുത്തെ ഭരണാധികാരികളുടെ അഴിമതിയും കെടുകാര്യസ്ഥത മൂലം തന്നെയാണ് അവിടുത്തെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പോയി എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാം എന്നുള്ള ഒരു ധാരണയിലാണ് അവർ ഇത്തരത്തിലുള്ള ഈ വ്യാജ സംഘങ്ങളുടെ കൈകളിൽ ചെന്ന് വിടുകയും ഈ ബോട്ടുകളിൽ കയറി വിദേശ രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. അറ്റ്ലാന്റിക് സമുദ്രമൊക്കെ പോലെയുള്ള വലിയ മഹാസമുദ്രങ്ങളിലൂടെ ഈ ചെറു ബോട്ടുകൾക്ക് എങ്ങനെ നീങ്ങാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഓരോ വർഷവും 300-ലധികം
ഈ ബോട്ടപകടങ്ങൾ അവിടെ നടക്കാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ആളുകളെയും കൊണ്ടുപോകുന്ന ബോട്ടുകൾ സമുദ്രത്തിൽ മുങ്ങുന്നതും ഒക്കെ തന്നെ പതിവാണ്. ഏതായാലും ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള ആഗോള പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ഇത്തരം കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നു എന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ പരാതിപ്പെടുന്നത്.